സഞ്ജു NCAയിൽ പോയ വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നായിരുന്നു. പിന്നെ BCCIയുടെ സെന്റർ ഫോർ എക്സലൻസ് സഞ്ജുവിന് ഫിറ്റ്നസ് നൽകിയിരിക്കുന്നു. സഞ്ജുവിന് എന്തായാലും വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാൻ കഴിയും. ഇംഗ്ലണ്ടിനെതിരെ നടന്ന സീരീസിൽ വിരലിന് പരിക്കേറ്റെന്നാലും സഞ്ജു സാംസൺ രാജസ്ഥാൻ ടീമിലേക്ക് മടങ്ങി വന്നു എങ്കിലും ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് കഴിഞ്ഞ 3 മത്സരം കളിച്ചത്. സഞ്ജുവിന്റെ അഭാവത്തിൽ എന്തായാലും റയാൻ പരാഗ് ആയിരുന്നു 3 കളിയിൽ എന്തായാലും ടീമിനെ നയിച്ചത്. റയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയൊക്കെ അവിടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. ഒരു മോശം പെർഫോമൻസ് തന്നെയായിരുന്നു ആദ്യത്തെ 2 മത്സരങ്ങളിൽ. ക്യാപ്റ്റൻസി ആയാലും വളരെ മോശം തന്നെയായിരുന്നു. അടുത്ത കളി രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിനെതിരെയാണ്. അപ്പോൾ നല്ല ശക്തരായ ഒരു ടീം തന്നെയാണ് പഞ്ചാബ്. ഈ സീസൺ ഉടനീളം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ക്യാപ്റ്റൻ മുൻപിൽ നിന്ന് നയിക്കുന്നു. റിക്കി പോണ്ടിങ്ങിൻ്റെ അപാരമായ കോച്ചിങ് സ്കില്ലും കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേയേഴ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. കളിച്ച് 2 മത്സരത്തിലും വിജയിച്ചതായിട്ട് നമ്മൾ കണ്ടു. അതിൽ നല്ലൊരു ടീമാണ്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പെർഫോമൻസ് അവിടെ കാണിക്കേണ്ടിയിരിക്കുന്നു. സഞ്ജു സാംസൺ SRHനെതിരെ ഒരു 66 റൺസ് എടുത്തു. രണ്ടാമത്തെ മത്സരത്തിൽ KKRനെതിരെ ഒരു 13 റൺസും ചെന്നൈക്കെതിരെ 20 റൺസുമാണ് നേടിയത്. ആദ്യത്തെ കളിയിലെ ഒരു പെർഫോമൻസ് എന്നാലും സഞ്ജുവിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. വരുന്ന മത്സരങ്ങളിൽ നല്ലൊരു പെർഫോമൻസ് എന്നാലും സഞ്ജുവിന് കാഴ്ചവെക്കാൻ കഴിയട്ടെ. അടുത്ത കളിയിൽ ടീമിനെ ക്യാപ്റ്റനായിട്ട് നയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാഹുൽ ദ്രാവിഡിന് റയാൻ പരാഗിനെയാണ് കൂടുതൽ താല്പര്യം എന്നൊക്കെ ഒരു ന്യൂസ് പുറത്തു വന്നായിരുന്നു. അറിയില്ല. സഞ്ജു സാംസന്റെ ഫാദർ ആയാലും മീഡിയയിൽ വന്നിട്ട് ഓപ്പണായിട്ട് പറഞ്ഞല്ലോ, എൻ്റെ മോൻ്റെ കരിയർ നശിപ്പിച്ചതിൽ ഒരാൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രാഹുൽ ദ്രാവിഡും ഒക്കെ ആണെന്ന്. ഒരു ദേഷ്യമൊന്നും പുള്ളിയുടെ മനസ്സിൽ വെക്കാതിരിക്കട്ടെ. അടുത്ത കളിയിലോട് ക്യാപ്റ്റനായി നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് രാജസ്ഥാൻ ടീമിനെ പ്ലേ ഓഫിലോട്ട് എത്തിക്കാൻ സഞ്ജു സാംസൺ ആവട്ടെ. ഇപ്പോഴും നല്ല പ്രതീക്ഷയുണ്ട് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു ടീമൊക്കെ തന്നെയാണ്. സഞ്ജുവും ജുഷ്വാളും ഒക്കെ പെർഫോമൻസ് ചെയ്താൽ ഈ ടീമിന് തീർച്ചയായിട്ടും വിജയിക്കാൻ തന്നെ കഴിയും.